ആൻഡ് നിങ്ങളുടെ മൈൻക്രാഫ്റ്റ് പോക്കറ്റ് എഡിഷനിൽ നിങ്ങൾ എപ്പോഴെങ്കിലും റേ ട്രേസിംഗ് എന്ന് പറഞ്ഞ സംഭവം കണ്ടിട്ടുണ്ടോ ഗൈസ്? ആൻഡ് ഇത് കുറേ പേര് ഓണാക്കാനൊക്കെ നോക്കിയിട്ടുണ്ടാവും, ബട്ട് അത് ഓണാവില്ല. ആൻഡ് അതെങ്ങനെ ഓണാക്കാം, ആൻഡ് വാട്ട് ഈസ് റേ ട്രേസിംഗ്, ആൻഡ് റേ ട്രേസിങ്ങിൻ്റെ ഉപയോഗം എന്താണ്, ഗുണം എന്താണ്, റേ ട്രേസിങ് എങ്ങനെയാണ് മൈൻക്രാഫ്റ്റിൽ വർക്ക് ആവുന്നത്, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. ആൻഡ് ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. എല്ലാവരും ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ആൻഡ് നമ്മൾ റൂട്ട് ടു 2K ആണ്. ആൻഡ് ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് 50 ആണ്. നിങ്ങൾ ചെയ്യുമെന്ന് അറിയാം ഗൈസ്. ആൻഡ് ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ആൻഡ് റേ ട്രേസിംഗ് എന്താണെന്നും കൂടി പറഞ്ഞുതരാം ഗൈസ്. ആൻഡ് റേ ട്രേസിംഗ് എന്ന് വെച്ചാൽ ഗ്രാഫിക്സ് ടെക്നോളജിയാണ്. ആൻഡ് ഇത് നമ്മുടെ മൈൻക്രാഫ്റ്റ് ഗെയിമിലെ ലൈറ്റ് ആൻഡ് ഷാഡോവിനെ സെയിം ടൈം റിയലിസ്റ്റിക് ആയിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ആൻഡ് ഇതിനെ നമ്മൾ ആർഡിക്സ് എന്നും വിളിക്കാറുണ്ട്. നമ്മുടെ സുദ്യാനൊക്കെ ഉപയോഗിക്കുന്ന ആ സംഭവം തന്നെയാണ്. റേ ട്രേസിംഗ് എങ്ങനെ വർക്ക് ആവണമെന്നും കൂടി കാണിച്ചു തരാം. ഇവിടെ ഒരു ഒബ്ജക്റ്റിൻ്റെ മേളിൽ ഒരു ലൈറ്റിംഗ് തട്ടുമ്പോൾ അവിടെ ഒരു ഷാഡോ റിഫ്ലക്റ്റ് ആവും, അത് ഷാഡോ വിസിബിൾ ആവും. ഇതേപോലെയാണ് നമ്മുടെ റേ ട്രേസിംഗ് വർക്ക് ആവുന്നത്. ആൻഡ് നമ്മളിവിടെ എക്സാമ്പിളിന് വേണ്ടി വേറൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. ആൻഡ് ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിനകത്തുള്ള ആ ഒരു റിഫ്ലക്ഷനോ ലൈറ്റിങ് എത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന്. ആൻഡ് ഈ ഒരു റിഫ്ലക്ഷൻ ഇത്ര ആക്യുറേറ്റ് ആയിട്ട് കാണിക്കാനാണ് നമ്മൾ ഈ റേ ട്രേസിംഗ് ഉപയോഗിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് എ റെൻഡറിങ് ടെക്നോളജി മാത്രമാണ് ഈ ഒരു റേ ട്രേസിംഗ് എന്ന് പറയുന്നത്. ആൻഡ് കുറേ പേരുള്ള സംശയമാണ് ഈ റേ ട്രേസിങ്ങും ഷെയ്ഡറും സെയിം ആണോ എന്ന്. ആൻഡ് ഇത് രണ്ടും വ്യത്യാസമുണ്ട്. ഷെയ്ഡർ ജസ്റ്റ് ഒരു ഫിൽട്ടർ പോലെയാണ്. രണ്ടിൻ്റെയും ജോലി ഒരേപോലെയാണ്. ഗ്രാഫിക്സ് ഇമ്പ്രൂവ് ചെയ്യുക, മൈൻക്രാഫ്റ്റിൻ്റെ ഗ്രാഫിക്സ് ഇമ്പ്രൂവ് ചെയ്യാന്നാണ് ഷെയ്ഡറിൻ്റെയും റേ ട്രേസിങ്ങിൻ്റെയും പണി. ബട്ട് ഇത് രണ്ടും നല്ല രീതിക്കുള്ള വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ചാൽ റേ ട്രേസിങ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റേ ട്രേസിങ് ചെയ്യുന്നത് റിയലിസ്റ്റിക് ലൈറ്റ് അതേപോലെ ഷാഡോസിന് സെയിം ടൈം പ്രൊജക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബട്ട് അത് മോർ റിയലിസ്റ്റിക് ആയിരിക്കും. ബട്ട് ഷെയ്ഡേഴ്സ് ചെയ്യുന്നത് ജസ്റ്റ് ഫിൽട്രൈസിങ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ മൈൻക്രാഫ്റ്റിലുള്ള ചില കാര്യങ്ങൾ മാറ്റി ചില കാര്യങ്ങൾക്ക് ലൈറ്റിങ്ങും അതേപോലെ കുറേ കാര്യങ്ങളും മാറ്റങ്ങൾ വരുത്തി കൂട്ടാറുണ്ട് ഷെയ്ഡേഴ്സ്. അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ പേര് ഷെയ്ഡേഴ്സിന് ഇഷ്ടപ്പെടുന്നത്. ബട്ട് അതേപോലെ അല്ല റേ ട്രേസിങ്. കറൻ്റ്ലി ഒരു ഡിവൈസിൽ പോലും നമുക്കിപ്പോൾ റേ ട്രേസിങ് ഓണാക്കാൻ പറ്റില്ല ഗൈസ്. ആൻഡ് സാംസങ് ഗാലക്സി S24 S25 അതൊക്കെ ഓണാക്കാൻ പറ്റും. ബട്ട് നമ്മുടെ ഇടയിലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോൺസിലൊന്നും അത് ഓണാക്കാൻ പറ്റത്തില്ല. അത് ഓണാക്കണമെങ്കിൽ മൈൻക്രാഫ്റ്റ് തന്നെ വിചാരിക്കണം. ബട്ട് നമുക്ക് അടുത്ത അപ്ഡേറ്റ് മുതൽ റേ ട്രേസിംഗ് പോലത്തെ ഒരു ഫീച്ചർ കിട്ടാൻ പോകുന്നുണ്ട്. അതും ബെഡ് റോക്കിന് വേണ്ടിയുള്ളതാണ്. ആദ്യമായിട്ടാണ് ബെഡ് റോക്കിന് വേണ്ടി നല്ലൊരു ഫീച്ചർ ഓടുന്നത്. ഇതിനു വേണ്ടി നമുക്ക് ഷെയ്ഡർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ഇതൊരു നല്ലൊരു ഫീച്ചർ തന്നെയാണ്. ആൻഡ് ഇതിനകത്ത് നമ്മുടെ സൺലൈറ്റിങ്ങും എല്ലാ റിഫ്ലക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാ റിഫ്ലക്ഷനും 2-3 റിഫ്ലക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മൈൻക്രാഫ്റ്റ് 1.22 അപ്ഡേറ്റിലാണ് വരുന്നത്. ആൻഡ് അപ്ഡേറ്റ് വരാൻ വെയിറ്റ് ചെയ്യുക ഗൈസ്. എന്താ വെച്ചാൽ അപ്ഡേറ്റ് നല്ലൊരു ഫീച്ചർ തന്നെയാണ് ഇവന്മാർ കൊണ്ടുവന്നേക്കണേ. ആൻഡ് നിങ്ങൾക്ക് ആർട്ടിക്സ് കിട്ടിയില്ലെങ്കിൽ നല്ല രീതിക്കുള്ള ഷെയ്ഡറില്ലാതെ കളിക്കാൻ പറ്റുന്നൊരു മൈൻക്രാഫ്റ്റ് കിട്ടുന്നതായിരിക്കും. ആൻഡ് ഈ പ്രാവശ്യം റെൻഡർ ഡ്രാഗൺ എന്ന് പറഞ്ഞ സാധനത്തിനൊന്ന് റിമൂവ് ചെയ്തെങ്കിൽ നല്ല കാര്യമായിരിക്കും. അത് കാരണം നല്ല ഷെയ്ഡേഴ്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ആൻഡ് നെക്സ്റ്റ് നിങ്ങൾക്ക് ആർട്ടിക്സിൻ്റെ ഷെയ്ഡറിൻ്റെ വീഡിയോ വേണോ, അതുപോലെ തന്നെ വേറെ വല്ല വീഡിയോ വേണമെന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഏത് മോഡിൻ്റെ വീഡിയോ വേണമെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ആൻഡ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ബൈ ഗൈസ്. ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ബൈ.